ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ബീഫും ഉരുളക്കിഴങ്ങും കൊണ്ട് കറി വെക്കണത് കണ്ടാലോ? നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിന് കുറച്ച് ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ഒരു 2 എണ്ണം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 2 സവാള, ഒരു തക്കാളി, 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി, 2 പച്ചമുളക്. ഗ്യാസ് കത്തിച്ചിട്ട് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മസാലപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ, എരിവുള്ള മുളക് പൊടി 1/4 ടീസ്പൂൺ. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ബീഫ് കഴുകി വെച്ചത് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഈ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചില്ലേ, അതിട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് അടച്ചിട്ട് ഒരു 5 വിസിൽ വരെയും വെക്കാം കേട്ടോ. 5 വിസിൽ കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു 6 വിസിൽ കഴിഞ്ഞപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും വേപ്പില ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ട് കാണുന്ന ബെല്ലേക്ക് ഞെക്കിയാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ.